ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിന്ന് ഒരു ടെമ്പിളിലേക്ക് പോവുകയാണ്, ചർച്ച് ഗേറ്റിൽ. എനിക്ക് എവിടെയാണെന്ന് തീർച്ചയായിട്ടും എനിക്കറിയില്ല, അവൾക്കേ അറിയത്തുള്ളൂ. രാധാകൃഷ്ണ ടെമ്പിളാണ്, ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്, എല്ലാവരും വരുന്ന ടെമ്പിളാണ്. ഇസ്കോൺ പറഞ്ഞൊരു ടെമ്പിൾ എന്ന് വെച്ചാൽ നല്ല കൃഷ്ണൻ്റെയും രാധയുടെയും ഒക്കെ ടെമ്പിളാണ്. ചെറിയൊരു വൃന്ദാവനം അവിടെ ഉണ്ട്. എന്തായാലും പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ലോക്കൽ ട്രെയിനാണ്. ഇവിടുന്ന് എല്ലാവർക്കും കംഫർട്ടബിളായിട്ടുള്ളത് ഇങ്ങനെ ലോക്കൽ ട്രെയിനാണ്. 10 രൂപയേ ഉള്ളൂ ഒരു വൺ സൈഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പോയിട്ട് വരുമ്പോഴത്തേക്കിന് 10-20 രൂപയ്ക്കകത്ത് നമുക്ക് പോയിട്ട് വരാം. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡാണ് ട്രെയിൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്ത് പോവാണ്. ഇവിടെ മാഹിം തൊട്ട് ഇങ്ങോട്ട് ടാക്സി മാത്രമേ ഉള്ളൂ. ഓട്ടോ വഗേര ഒന്നും അങ്ങനെ അത്ര അലൗഡില്ല. ഇവിടെ ഓട്ടോസൊന്നും അലൗഡല്ല. പിന്നെ ബൈക്കൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ ഉണ്ട് ബൈക്കൊക്കെ. പക്ഷേ ഓട്ടോ മാത്രം ഈ ഏരിയയിലോട്ട് ഇല്ല. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിലെത്തി. ടെമ്പിളിൽ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് മുംബൈയിലിപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിലേക്ക് കയറി. ഇവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഒന്നും ഓപ്പൺ അല്ല. നല്ല കൊത്തുവർക്കുകളൊക്കെയുള്ള കഥകളും ഒക്കെയുള്ള നല്ല ഭംഗിയാണ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ. പക്ഷെ പണി നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. പൊടിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാലും വരുന്ന ഭക്തരുടെ എണ്ണമൊന്നും കുറവല്ല. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അങ്ങനെ ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ നമുക്ക് സൈഡിൽ വെക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കവർ തരും. ആ കവറിനകത്തിട്ട് നമുക്ക് അവരുടെ കൊടുക്കാം. എന്നിട്ട് അവർ ടോക്കൺ തരും. ടോക്കൺ നമ്മൾ വെച്ചിരുന്നാൽ മതി. പിന്നെ തിരിച്ച് വരുമ്പം അങ്ങനെ ചെരുപ്പ് നഷ്ടപ്പെടുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ മിനി വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. ചെറിയൊരു വൃന്ദാവനമാണ്, പക്ഷേ അത് സെപ്പറേറ്റ് ചെയ്ത് മരങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ. അവിടെ ഒരുപാട് കിളികളും ഒക്കെ ഉണ്ട്. കയറുമ്പോൾ നല്ലൊരു ഭംഗിയാണ്, ഒരു പീസ്ഫുള്ളാണ്. അവിടെ വന്ന് ഈ ഭക്തരൊക്കെ വരുന്നവരവിടെ വന്നിരുന്ന് ചാൻറ്റ് ചെയ്യുന്നുണ്ട്. പീസ്ഫുൾ ഏരിയയാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ വന്നിരിക്കാം, ചാൻറ്റ് ചെയ്യാം വേണ്ടുന്നവർക്ക്. ഇതാണ് ആ ഏരിയ. അങ്ങനെ ഞങ്ങൾ മിനി വൃന്ദാവനിലേക്ക് കയറി. പീസ്ഫുൾ ഏരിയയാണ്. അവിടെയുള്ള രാധയുടെയും കൃഷ്ണൻ്റെയും ഒക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു ചെറിയ മീൻകുളമുണ്ട്. സൈഡിലെല്ലാം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീരാധ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മരത്തേലൊക്കെ. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണിത്. ഞാനങ്ങനെ ടെമ്പിളിലൊന്നും ഇങ്ങനെ പോയിട്ടില്ല. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. പോയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഇതായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. ഇങ്ങനെ വൃന്ദാവനമൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം കാണുകയാണ്. ഇതാണ് മീൻകുളം. അതിൻ്റെ അകത്ത് കൃഷ്ണൻ്റെ പിന്നെ കാളിയ മർദ്ദനം.
സൈഡിലെല്ലാം ചെടികളുണ്ട്. ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാണ്. എന്നുവെച്ചാൽ മുംബൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ വെക്കുക എന്ന് പറയുന്നത് എനിക്ക് ആശ്ചര്യമായിട്ട് തോന്നുന്നു. നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ പറയാം ഓക്കെ നമ്മുടെ നാടാണ്. പക്ഷെ മുംബൈയിലുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് പറയുമ്പോൾ ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ആത്മീയതയിലേക്ക് തിരിയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും സമാധാനമില്ല. ഇത് 6 ഗോസ്വാമീസ് ഓഫ് വൃന്ദാവൻ. മയിലുകളൊക്കെ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്ന മയിലുകളാണ്. രാധ ശ്യാം സുന്ദർ. ഫുള്ള് ബേഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഫുൾ ബേഡ്സാണ്. പാരറ്റും, കൂടുതൽ പാരറ്റാണ് അതിനകത്തുള്ളത്. കണ്ട ആൾക്കാർ വന്നിരുന്ന് ചാൻറ്റ് ചെയ്യുന്നത്. അത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അവർ വന്ന് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിസ്റ്റർബൊക്കെ ഉണ്ടല്ലോ എന്ന് കണ്ടിട്ട്. ഇത് കൃഷ്ണ ബലറാം. ബേഡ്സാണ് മുകളിലിങ്ങനെ അതിന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതേ വന്ന ബേഡ്സ് ഇരിക്കുന്നത്. നോക്ക്, പാരറ്റാണത്. അതിൻ്റെ അകത്ത് ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. എത്ര ഇതായിട്ടാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. ബേഡ്സൊക്കെ വന്നിരിക്കാനും വെള്ളം കുടിക്കാനും അതുങ്ങൾക്കുള്ള ഫുഡും. മൊത്തം പാരറ്റ്സാണ്. നല്ല കിളികളുടെ അലകളൊക്കെ നല്ലതായിട്ട് കേൾക്കാം. അതിൻ്റെ ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോൾ അതിൻ്റെ പുറകിലെല്ലാം പണി തന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഫ്രണ്ടിലെല്ലാം അവളും വീഡിയോ എടുത്തോണ്ടിരിക്കുക. അതിൻ്റെ മുകളിലോട്ട് പോകണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമൊക്കെ. അവളൊരു പ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. പക്ഷെ അവൾ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ആ സമയത്ത് നീത അംബാനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ശരിക്കും ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വീണ്ടും വന്നത്. നീത അംബാനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും അകത്തോട്ട് വിടത്തില്ല. നമുക്കത്രയും ഫ്രീഡം കിട്ടത്തില്ല, നമുക്ക് നടന്ന് കാണാനോ എടുക്കാനോ ഒന്നും. അത് VIPs ഒക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ. എല്ലാ അമ്പലങ്ങളിലും അങ്ങനെയാണ്. VIPs വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് ശരിക്കും ഇത് പോകാൻ പറ്റത്തില്ല. ശരിക്കും നമുക്ക് ഒന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. പ്രെയർ പോലും ചെയ്യാൻ പറ്റില്ല. അവൾ അതിൻ്റെ അകത്തോട്ട് കയറി. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ പുറകെ സൈഡിലായിട്ടെല്ലാം ഈ ബാക്ക് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള. ആക്ച്വലി എനിക്ക് എല്ലാവരും ഒന്ന് വായിക്കാനുള്ള സമയങ്ങളിൽ ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത് അവിടെ. അപ്പം ആരൊക്കെയാണോ എന്തൊക്കെയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങൾ പുറകിൽ വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഗുരേഗാവ് ബീച്ചിലോട്ട് പോവുകയാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ബീച്ചുള്ളത്. പഴയ ഫ്ലാറ്റൊക്കെയാണ്.
കല്ലിൽ തീർത്ത ഫ്ലാറ്റൊക്കെയാണ്. ഫ്ലാറ്റെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഫ്ലാറ്റെന്ന് പറയാം. പക്ഷെ പണ്ടത്തെ കണ്ട ഇവിടെ ടാക്സി മാത്രമേ ഉള്ളല്ലോ ഇവിടെ. ഓട്ടോ സ്ഥലമുള്ളല്ലോ. ഇതാണ് ആ ബീച്ച്. ഒരു പ്രാവശ്യം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഈ ബീച്ചിൽ. അത് പകൽ സമയത്താണ് വന്നത്. ഇവിടെ നമുക്ക് പായൊക്കെ കിട്ടും ഇരിക്കാനൊക്കെ. എത്രയാണെന്ന് 20 രൂപയോ 30 രൂപയോ കണ്ടാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇരുന്നൊന്നും ഇരിക്കാനൊന്നും ഒക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട്, ന്യൂ ഇയറിൻ്റെ ഇന്നലെ 31st അല്ല അതുകൊണ്ട് ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ബോത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ എന്ന് വെച്ചാൽ വരെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഒരുപാട് തിരക്കുള്ള ഏരിയയിലൊന്നും ഈ സമയങ്ങളിൽ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ബീച്ചിലൂടെ നടന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കുവാണ്. പക്ഷേ ഫുഡൊന്നും ഇവിടെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീൻസ് ഈ സൈഡെല്ലാം ക്ലോസ് ചെയ്ത് ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷേ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ പുറകിലൂടെ ഇറങ്ങി പോവുകയാണ്. 2 നില ബസ്. ഞാനിതുവരെ കയറിയിട്ടില്ല 2 നില. ഇവിടെ വന്നിട്ട് ഇത്രയും നാളായിട്ടും ഞാൻ 2 നില ബസ്സിലൊന്നും കയറിയിട്ടില്ല. ഇത് ബീച്ച് സൈഡാണ്. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ. ലൈറ്റ്സാണ് മൊത്തം, സൈഡിലെല്ലാം ലൈറ്റ്സൊക്കെ ഇട്ട്. എൻ്റെ മിഡിൽ വെള്ളമാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ആ സൈഡിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. റോഡൊക്കെ ഫുൾ ലൈറ്റാണ്. മുംബൈ നഗരം. മറ്റുള്ള സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് മുംബൈയാണ്. ഞാൻ ഡൽഹിയിലും കുറേ കാലം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ തന്നെയാണ്. അധികം നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നമുക്ക് കുറേയൊക്കെ സേഫ്റ്റി ഉണ്ട്. ഡൽഹിയെ അപേക്ഷിച്ചിട്ട് നമുക്കൊരുപാട് കംഫർട്ടബിളാണ് മുംബൈ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10 മണി കഴിഞ്ഞ് എങ്ങും പോകാറില്ല. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. 10 മണി ആയിട്ടില്ല ഇപ്പോൾ. ആക്ച്വലി 8:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളിന് ഒത്തിരി ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങളിനിയിപ്പം ബീച്ച് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറേ നേരം ഞങ്ങൾ ബീച്ച് സൈഡിലിരുന്നു. പിന്നെ അവിടെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ നടന്നു. ആ സൈഡെല്ലാം ഫുൾ ലൈറ്റ്സാണ്. ഇപ്പം പണി കഴിപ്പിച്ചതാണ് ഇതൊക്കെ. ഇപ്പോൾ പണി കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെയൊക്കെ. ഇത് ഞങ്ങളിങ്ങനെ ബീച്ച് സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു മനോഹരമാണെന്ന് നോക്കിയേ. ലൈറ്റ്സാണ് ഫുള്ള് കപ്പിൾസാണ് കൂടുതലും ഇവിടെ വരുന്നത്. അല്ലാത്തവരും ഉണ്ട്. കൂടുതലും കപ്പിൾസാണ് വന്നിരിക്കുന്നത്. ഫുള്ള് സൈഡിൽ നിന്ന് എന്തൊരു ഭംഗിയാണെന്ന്. നമ്മൾ ദുബൈയിലൊക്കെ ചെന്ന ഒരു ഫീലിംഗ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി
ട്രെയിനിൽ കയറി ഞങ്ങൾ കേക്ക് വാങ്ങിച്ചിരുന്നു. കേക്ക് വാങ്ങിച്ചു, ഞങ്ങൾ എല്ലാം കൂടെ കേക്ക് കഴിച്ചു. ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും എൻജോയ് ചെയ്യുക.